യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർണായക നടപടിയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ട്രംപിന്റെ 20 പോയിന്റ് ഗാസ പദ്ധതിയെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിച്ചു. ഗാസയുടെ ഭരണം ഹമാസ് അവസാനിപ്പിക്കുക, ഇസ്രായേൽ സേനയുടെ ഘട്ടം ഘട്ടമായുള്ള പിൻവലിയൽ, ബന്ദികളെ മോചിപ്പിക്കൽ എന്നിവ നിർദ്ദേശത്തിൽ ആവശ്യപ്പെടുന്നു. ഗാസയ്ക്ക് പ്രായോഗികവും യാഥാർത്ഥ്യബോധമുള്ളതുമായ ഒരു പാത ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നുവെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഇത് അംഗീകരിക്കപ്പെട്ടാൽ കൂടുതൽ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. ഗാസയിലെ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്തു. പക്ഷേ അത് മിഡിൽ ഈസ്റ്റിലെ സമാധാനമെന്ന വലിയ ലക്ഷ്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. പദ്ധതി അംഗീകരിക്കപ്പെടുമെന്ന് തനിക്ക് വളരെ ആത്മവിശ്വാസമുണ്ടെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. ഹമാസ് അംഗീകരിച്ചാൽ ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കണമെന്ന് ഈ നിർദ്ദേശം ആവശ്യപ്പെടുന്നുവെന്നും പക്ഷേ ഒരു സാഹചര്യത്തിലും 72 മണിക്കൂറിൽ കൂടുതൽ അനുവദിക്കില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഹമാസ് പദ്ധതി നിരസിക്കുകയോ അതിനെ ചെറുക്കാൻ ഏതെങ്കിലും നീക്കം നടത്തുകയോ ചെയ്താൽ ഇസ്രായേൽ സ്വയം ജോലി പൂർത്തിയാക്കുമെന്ന് നെതന്യാഹു പറഞ്ഞു. ഖത്തർ പ്രധാനമന്ത്രിയും ഈജിപ്തിന്റെ ഇന്റലിജൻസ് മേധാവിയും ട്രംപിന്റെ നിർദ്ദേശം ഹമാസുമായുള്ള ചർച്ചകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. പദ്ധതി നല്ല വിശ്വാസത്തോടെ പുനഃപരിശോധിക്കുമെന്നും പ്രതികരണം നൽകുമെന്നും ഹമാസ് മധ്യസ്ഥരോട് പറഞ്ഞതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. സമാധാന കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചിട്ടില്ലാത്തതിനാലും ഹമാസ് ഇതുവരെ സമ്മതിച്ചിട്ടില്ലാത്തതിനാലും കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ US പ്രസിഡന്റ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായുള്ള പത്രസമ്മേളനം അവസാനിപ്പിച്ചു.